തമിഴ്നാട്ടിലെ 98% വരുന്ന ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് അവരുടെ മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ സംഭവം മാത്രമല്ല, യഥാർത്ഥ ഇന്ത്യ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ്. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് ഒരു പുതിയ അധ്യായം രചിക്കപ്പെട്ടിരിക്കുന്നു. സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന ജോസഫ് വിജയ് ഇന്നതാ ജനവിധിയിലൂടെ രാഷ്ട്രീയ മേഖലയിലും വലിയൊരു ശക്തിയായി ഇതിനോടകം തന്നെ മാറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്പകാലം മുമ്പ് വരെ പൊതുവെ വിജയ് എന്ന് അറിയപ്പെട്ടിരുന്ന ആളെ ചില ആളുകളൊക്കെ ജോസഫ് വിജയ് എന്ന് അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ചും ചില രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് ഇത്തരം പ്രവണത തമിഴ്നാട്ടിൽ തുടങ്ങിയത്. അതുവരെ വിജയ് ജോസഫ് വിജയ് ആണെന്ന് നമ്മൾ സാധാരണക്കാരെ അറിയില്ലായിരുന്നു. ഇനി ജോസഫ് വിജയ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മളെ സാധാരണക്കാർക്ക് ഇതൊന്നും വിഷയമേ അല്ലായിരുന്നു. എന്നാൽ അല്പകാലം മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി, ദേശീയ തലത്തിൽ തന്നെ പേരുകേട്ട ഒരു രാഷ്ട്രീയ പാർട്ടി വിജയെ ജോസഫ് വിജയ് എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ അത് കേവലം ഒരു സാധാരണ വിളിയല്ലായിരുന്നു. വർഷങ്ങളായിട്ട് വിജയ് എന്ന പേരിൽ മാത്രം അറിയപ്പെട്ട ഒരാളെ ചില ആളുകൾ, ചില രാഷ്ട്രീയ ശക്തികൾ പ്രത്യേകം ഒരു സമയം തെരഞ്ഞെടുത്ത് അന്ന് മുതൽ അവര് ജോസഫ് വിജയ് എന്ന് അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി. അത് കേവലം ഒരു സാധാരണ വിളിയല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനു പിന്നിൽ വ്യക്തമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം കൃത്യമാണ്: മതം മുന്നിൽ നിർത്തി ആളുകളെ വിഭജിക്കുക. ഇത്തരക്കാരുടെ ഒരു പൊതു സ്വഭാവമാണത്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലൊക്കെ അത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്ര മന്ത്രി, ഇത്ര MLA മാർ ഇന്ന സമുദായത്തിന്, ഇത്ര MLA മാർ ഇന്ന സമുദായത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുന്ന ഇത്തരം കുത്തിത്തിരിപ്പുകളെ നമ്മൾ കേരളത്തിലും കണ്ടിട്ടുണ്ട്. അത് തന്നെ തമിഴ്നാട്ടിലും ഇതിന്റെ വകഭേദം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവര് പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഇവൻ നമ്മുടെ ആളല്ല എന്ന് ഇവർ റെപ്രസെന്റ് ചെയ്യുന്ന ആ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവരോട് അത്തരത്തിൽ പറയുക. എന്നിട്ട് ആ വഴി വല്ല നക്കപിച്ച വോട്ടും കിട്ടുമെന്ന് നോക്കുക. ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇത്തരക്കാരൊക്കെ പയറ്റുന്നത്. വർഷങ്ങളായിട്ട് അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത്തരക്കാർ തമിഴ്നാട്ടിൽ ഒരു കാര്യം മറന്നു. എന്താണെന്നറിയോ, തമിഴ്നാട് എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ആളുകളെയല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ നോക്കുന്നത്. പേരല്ല, പ്രവൃത്തിയാണ്. മതമല്ല, മനുഷ്യനാണ്. ജാതിയല്ല, നിലപാടാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഒരിക്കൽ കൂടി അവർ തെളിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു സ്റ്റേറ്റിൽ, ഇന്ത്യയിലെ സാമ്പത്തികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന സ്റ്റേറ്റാണ് തമിഴ്നാട്. ഒരു വലിയ സ്റ്റേറ്റാണ്. ഇത്രയും വലിയ സ്റ്റേറ്റിൽ ഇപ്പറഞ്ഞ ആളുകൾക്ക്, ഈ ജാതി മതം പറഞ്ഞ ആളുകളെ വേർതിരിച്ച് അതിലൂടെ വല്ല നക്കപ്പിച്ച വോട്ടും നേടാൻ നോക്കുന്ന ആളുകൾക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ എത്ര സീറ്റാണ് കിട്ടിയത്? നിങ്ങൾ ഒരു സീറ്റ്. ജോസഫ് വിജയ് എന്ന പേരിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് അതേ പേരിനെ അഭിമാനമാക്കി തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന തമിഴ്നാടിന്റെ ഏറ്റവും പുതിയ മുഖ്യമന്ത്രി. ഈ വലിയ രീതിയിലുള്ള ജയം അത് വിജയുടെ മാത്രമല്ല, ഇത് നിരപേക്ഷതയുടെ വിജയമാണ്. ഇത് മതരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള കനത്ത മറുപടിയാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാര രാഷ്ട്രീയത്തോട് തമിഴ്നാട് പറഞ്ഞിരിക്കുന്നു നോ. അത് തന്നെയാണ് ഈ വിജയം നമുക്ക് മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇന്ത്യയെ വൈവിധ്യങ്ങളുടെ രാജ്യമാക്കി നിലനിർത്തേണ്ട സ്ഥാനത്ത് ചില രാഷ്ട്രീയ ശക്തികളൊക്കെ ഇവിടെ ഇന്നും ശ്രമിക്കുന്നത് മതത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ആളുകളെ വേർതിരിക്കാനാണ്. ഇത്തരത്തിൽ പല സമീപനങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പേര് നോക്കി അവന്റെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്ന വൃത്തികെട്ട ഏർപ്പാട്. ചില മതങ്ങളെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്ന സമീപനം. ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഭീഷണിയും. അതിനിടയിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും മുസ്ലിം ലീഗും പോലെയുള്ള മതനിരപേക്ഷ പാർട്ടികൾ
വിജയ്ക്ക് ഒപ്പം നിന്നത് വലിയൊരു രാഷ്ട്രീയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അവരുടെ ആ നിലപാടിലൂടെ അവർ പറയാൻ ശ്രമിച്ചത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മറ്റൊന്നുമല്ല, ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് വില എന്നുള്ള ലളിതമായ ഒരു സന്ദേശമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതു പാർട്ടികളും വിജയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് തമിഴ് സമൂഹത്തിനോട് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തോട് തന്നെ വിളിച്ചു പറഞ്ഞത്. അതും മതം ചോദിക്കാതെ, ഭക്ഷണം ചോദിക്കാതെ, നിങ്ങളുടെ വിശ്വാസം ചോദ്യം ചെയ്യാതെ. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും ഉയർന്നു വരാമെന്നുള്ള ശക്തമായ സന്ദേശമാണ് അവർ ഇതിനോടകം തന്നെ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥ ഇന്ത്യയുടെ ആത്മാവ്. തമിഴ്നാട്ടിലെ 98% വരുന്ന ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് അവരുടെ മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ സംഭവം മാത്രമല്ല, യഥാർത്ഥ ഇന്ത്യ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ്. വിജയിനി എങ്ങനെ ഭരിക്കും, അഡ്മിനിസ്ട്രേഷൻ എത്തരത്തിലാവും, അതൊക്കെ കാലം തീരുമാനിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കാൻ ശ്രമിച്ചവർക്ക് തമിഴ്നാട് ശക്തമായിട്ടുള്ള മറുപടി നൽകി കഴിഞ്ഞു. വിജയിക്കട്ടെ. ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. തമിഴ്നാട് വീണ്ടും അദ്ദേഹത്തിന്റെ സാമൂഹിക ഐക്യത്തിന്റെ മാതൃകയായി നിലനിൽക്കട്ടെ. കാരണം ഈ രാജ്യം മുന്നോട്ട് പോകേണ്ടത് മതവിദ്വേഷം കൊണ്ടോ ആളുകളെ തമ്മിലടിപ്പിച്ചുകൊണ്ടോ അല്ല, നമുക്കിടയിൽ ഒരുമ നിലനിർത്തി, നമുക്കിടയിൽ വിദ്വേഷങ്ങളെ ഒഴിവാക്കി, നമുക്കിടയിൽ ഐക്യം നിലനിർത്തി നമ്മളെ ശക്തമായി മുന്നോട്ട് നയിക്കേണ്ടവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ. വിജയിലൂടെ തമിഴ്നാട് ഒരിക്കൽ കൂടി അത് നമ്മോട് ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തന്നെ വളരെ വിനീതമായിട്ട് മറ്റു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാൻ നമുക്ക് പ്രതീക്ഷയോടെ